ളെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും എംഎൽഎമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. എല്ലാ എംഎൽഎമാരും അവരവരുടെ സ്കൂളുകളിലുണ്ട്. ബഹുമാനീയരായ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ അതാത് സ്കൂളുകളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ആശംസിക്കുന്നത് അനുചിതമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ സി രവീന്ദ്രനാഥ് അവർകളെ ക്ഷണിക്കുന്നു. 34 സ്കൂളുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമൂഹത്തിന് സമർപ്പിക്കുന്നത്, ജനകീയമായി സമർപ്പിക്കുന്നത്. ഇതിനു മുമ്പ് 17 കെട്ടിടങ്ങൾ ഇതുപോലെ ജനകീയ സമർപ്പണം നടത്തി കഴിഞ്ഞു. അങ്ങനെ 51 മണ്ഡലങ്ങളിലെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കെട്ടിടങ്ങൾ ബാക്കി മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എല്ലാ ഇത്തരം 5 കോടി രൂപ കിഫ്ബിയിൽ നിന്നും ഉപയോഗിച്ച കെട്ടിടങ്ങൾ പൂർത്തീകരിക്കും. അങ്ങനെ 140 നിയോജകമണ്ഡലങ്ങളിൽ 141 അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാകും എന്ന് നാം ഇപ്പോ കാണുകയാണ്. അതിന്റെ 34 കെട്ടിടങ്ങളുടെ സമർപ്പണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 34 കെട്ടിടങ്ങളും 2-2.25 മിനിറ്റ് കൊണ്ട് ഒന്ന് ക്ലാസ് മുറികൾ, ലാബ്, ലൈബ്രറി, അടുക്കള, വിശാലമായ ഡൈനിങ് ഹാൾ, ഓഡിറ്റോറിയം എന്നിവയടങ്ങുന്ന കെട്ടിടങ്ങൾ 2020 സെപ്റ്റംബർ 9 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിക്കും. നൂറ്റാണ്ടുകൾ പിന്നിടുന്ന സ്കൂളിന്റെ ചരിത്രത്തിൽ സ്മരണീയരായ മഹത് വ്യക്തികൾ ഏറെ. സ്കൂളിന്റെ ഉന്നതിക്കു വേണ്ടി നന്മയുടെ കൂട്ടായ്മയായി പ്രവർത്തിച്ച നാട്ടുകാർ, വഴിവിളക്കുകളായി മാർഗനിർദ്ദേശം നൽകിയ സുമനസ്സുകൾ, ഏവരുടെയും സ്വപ്നം പോലെ പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിമിതികൾക്കിടയിലും തല ഉയർത്തി നിൽക്കുന്നു. പഠന പ്രവർത്തനങ്ങളിൽ, വിജയ ശതമാനത്തിൽ, കലാകായിക രംഗങ്ങളിൽ ജില്ലയിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായി സൂര്യ തേജസ്സോടെ മികവിന്റെ കേന്ദ്രമായി വർത്തിക്കുന്ന പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള വളർച്ചയിൽ ഒരു നാഴികക്കല്ലാണ് ഈ ഉദ്ഘാടന സുദിനം. മണ്ഡലത്തിലും നടപ്പാക്കുക. അതിലാണ് നേരത്തെ 22 വിദ്യാലയങ്ങൾ പൂർത്തിയായത്. ഇപ്പോ 34 ഹയർ സെക്കൻഡറി സ്കൂളുകൾ പൂർത്തിയാവുകയാണ്. ഇവിടെ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പൂർത്തിയാക്കാൻ ഇത്തരത്തിൽ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ളത് വേഗം തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. പണത്തിന് പ്രയാസമില്ല. ആ പണം മാത്രം പോരാ, നാടും നാട്ടുകാരും ഇതിനെ സഹായിക്കാനും തയ്യാറാണ്. അങ്ങനെയുള്ളിടത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ആ തരത്തിൽ നാടും കൂടി ചേർന്നുകൊണ്ട് പൂർത്തിയാക്കലാണ് നടക്കേണ്ടത്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം അതിനെ നല്ല രീതിയിൽ മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 3129 കോടി രൂപയാണ് മാറ്റിവെച്ചത് എന്ന് നാം ഓർക്കണം. നമ്മുടേതുപോലെ ഒരു സംസ്ഥാനത്ത് ചെറിയ തുകയല്ലത്. 350-ലധികം വിദ്യാലയങ്ങൾക്ക് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്.
അതില് 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 14 സ്കൂൾ കെട്ടിടങ്ങളുടെ പൂർത്തീകരണം ഈ 34 പുറമെ ഈ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം 250 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാനുമാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ രീതിയിലും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം ഇന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഞാനത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ വിവിധ പഠനങ്ങൾ ഈ കാര്യം സമ്മതിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ലാബുണ്ട്, ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായിട്ടുണ്ട്, എല്ലായിടത്തും ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. കെ ഫോണിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറി, കോൺഫറൻസ് ഹാള്, ആവശ്യമായ കിച്ചൺ സൗകര്യം, ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മികവാർന്ന സ്കൂളിനോടും കിടപിടിക്കാവുന്ന അവസ്ഥയിലുള്ള സ്കൂളാണ് നമ്മുടെ ഏത് ഗ്രാമത്തിലുമുള്ള സ്കൂൾ എന്ന നിലയിലേക്ക് മാറ്റാനാണ് നാം നടപടികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാടും നാട്ടുകാരും കുട്ടികളും രക്ഷാകർത്താക്കളും എല്ലാവരും ഇതിനോടൊപ്പം സന്തോഷപൂർവ്വം അണിചേരുന്നത്. അതോടൊപ്പം സാങ്കേതിക വിദ്യ വലിയ തോതിൽ വികസിച്ചു വരേണ്ടതായിട്ടുണ്ട്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ് മുറികളും ഇതിനകം തന്നെ സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 45,000 ക്ലാസ് മുറികളാണ് ഹൈടെക് ആക്കിയിട്ടുള്ളത്. പ്രൈമറി സ്കൂളുകൾ ഉൾപ്പെടെ കമ്പ്യൂട്ടർ ലാബുകൾ സജ്ജീകരിക്കാനായിട്ടുണ്ട്. അധ്യാപകർക്ക് സ്മാർട്ട് ക്ലാസ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി, ആവശ്യമായ പരിശീലനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും പകച്ചു നിന്നപ്പോ ഈ കഴിഞ്ഞ ജൂൺ 1 തന്നെ അക്കാദമിക് വർഷം ആരംഭിക്കുന്നു, സ്കൂൾ ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിന് സാധിച്ചു. നമ്മള് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നമുക്കറിയാമായിരുന്നു കുറച്ചു പേർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നല്ല രീതിയിൽ ഇടപെടൽ നാടും നാട്ടുകാരും നാട്ടിലുള്ള വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം അതിനായി രംഗത്തിറങ്ങി. ഒരു ഘട്ടത്തിലും സർക്കാർ മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന അവകാശവാദവുമായി ഞങ്ങൾ വന്നിട്ടില്ല. സർക്കാരിന് ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ സർക്കാർ തയ്യാറാകുന്നുണ്ടോ? അതിന് നേതൃത്വം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നുണ്ടോ എന്നതാണ് ഏതൊരു സമൂഹവും ചിന്തിക്കുക. ഞങ്ങൾക്ക് അഭിമാനബോധത്തോടെ പറയാൻ കഴിയും, ഇത്തരമൊരു പ്രതിസന്ധി വന്നപ്പോ ആ പ്രതിസന്ധിയെ നല്ല രീതിയിൽ നേരിടാൻ നമ്മുടെ സമൂഹത്തെ സജ്ജമാക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് ജൂൺ 1 മുതൽ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. പടിപടിയായി കുറവുകൾ, ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത കുട്ടികൾക്ക് സൗകര്യങ്ങൾ എത്തിക്കൽ എല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടെ പല കാര്യങ്ങളിൽ ഭിന്നത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, പലതിന്റെയും പേരിൽ. ഈ ഒരു ഭിന്നതയും ഇവിടെ ഉണ്ടായില്ല. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്തു. അങ്ങനെ ആരുടെയും മുന്നിൽ, ഏത് നാടിന്റെയും മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം നമുക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നു. നാം
ഓൺലൈൻ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ തന്നെ നടപ്പാക്കി എന്നത്. ഇത് നമ്മുടെ സമൂഹം സ്വീകരിച്ച നിലപാടാണ്. അത് ലോകത്തിനു മുന്നിൽ തന്നെ ഒരു പുത്തൻ അനുഭവം നാം പ്രദാനം ചെയ്തു. നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും അങ്ങനെയുള്ള നമ്മുടെ ഒരുമയുടെ ഐക്യത്തിന്റെ ഭാഗമായുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനേതായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിപ്പോ ഓൺലൈൻ അങ്ങ് തുറന്നു തന്നെ പോവുകയാണ് എന്ന് ആരും ശങ്കിക്കണ്ട. ഇന്നത്തെ അവസ്ഥ വന്നതുകൊണ്ട് ഈ നില സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ക്ലാസ് മുറികൾ തുടങ്ങാനുള്ള സൗകര്യം കിട്ടുന്നത് ആ ഘട്ടത്തിൽ തന്നെ നാം അതിലേക്ക് ചാടും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ ഘട്ടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ക്ലാസ്സുകളിൽ ഒരുക്കുകയും ചെയ്യും. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. നാം ഓർക്കണം, നീതി ആയോഗ് നടത്തിയ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ നാം ഒന്നാമതെത്തിയത് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ്. അതിന് പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെയും അതിന്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാനും ഞാൻ തയ്യാറാവുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എല്ലാവരും, എല്ലാ വിഭാഗവും ഇതേവരെ നൽകിയതുപോലുള്ള പിന്തുണ ഇനിയും തുറന്ന് നൽകണം, അതുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 34 സ്കൂൾ കെട്ടിടങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. പ്രിയ സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ 4 വർഷക്കാലം സംഭവിച്ചത് അത്ഭുതം തന്നെയാണ്. പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത്. നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി നിവേദിതമാണ് ഒരുപാട് പ്രശംസ അറിയിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ ഭാഗമായി സ്കൂളുകൾ അംഗീകരിക്കാൻ പണം ലഭ്യമാക്കുന്നത് കണ്ടപ്പോൾ ഇന്ത്യയോട് വാങ്ങിയെടുക്കാൻ അത് ഉപയോഗപ്പെടുത്താൻ വിവിധ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കേരളം വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ നെറുകയിൽ അതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടെ നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ ഈ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരുമായി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടെ ഓരോ മണ്ഡലത്തിലുള്ള പരിപാടിയുടെ അനുബന്ധമായി നടക്കേണ്ടതുണ്ട്. എന്റെ മണ്ഡലത്തിലെ ബാംഗ്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനവും ഇവിടെ നടന്നുകഴിഞ്ഞിരിക്കുകയാണ്. ആ പരിപാടിയിൽ പ്രത്യേകമായി പങ്കെടുക്കേണ്ടതുണ്ട് എന്നതും അവിടെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്കൂളിൽ നടക്കുന്ന വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രമാസ്റ്റർ, ഇവിടെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിന്റെ ചടങ്ങ് ഇങ്ങനെ ആയിരുന്നല്ലോ ഉദ്ദേശിച്ചിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 4 ഉത്സവമായിട്ട് വളരെ വന്നതാണ്. എന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഈ ചടങ്ങോടെ നടത്തുകയുണ്ടായി.
പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളുടെ ആശാകേന്ദ്രമാണ്. അതിലേക്ക് മുമ്പ് ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാൻ പ്രയാസമായിരുന്നു. ഇന്ന് അതല്ല, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അന്തർദേശീയ നിലവാരത്തിലുള്ള മറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളോട് ഇടപിടിക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ഇന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തിരിച്ച് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിന് നല്ല രീതിയിലാണ്. അതിന് നല്ല കുട്ടികൾ, നല്ല കൾച്ചറുള്ള, നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള, രാജ്യത്ത് മറ്റ് കുട്ടികളുമായി കോമ്പീറ്റ് ചെയ്ത് മത്സരിച്ച് നമ്മുടെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ മുൻപന്തിയിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരമുണ്ടായിട്ട് പോലും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുത്ത് ഇക്കോണമിയെ ഒരു വൻ രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റിന്റെ അജണ്ടകളെല്ലാം മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്ത് കിടക്കുമ്പോഴും ഓൺലൈൻ ക്ലാസ് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ് സർക്കാർ തന്നെ പറയുന്നില്ല. എന്നാലും നമ്മുടെ കുട്ടികളുടെ അവസരങ്ങൾ, പഠിക്കാനുള്ള അവസരങ്ങളില്ലാതെ വളരെ പ്രയാസപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടായിട്ടും അവർക്കൊക്കെ ആവുന്ന അത്ര സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓൺലൈൻ കണക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ TV കണക്ഷനുകളൊക്കെ കൊടുത്തുകൊണ്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഞാൻ നേടിക്കൊണ്ട് പോകുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ നമ്മുടെ ഇന്നത്തെ ഇവിടെ സ്കൂൾ തലത്തിലെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ കോൺഫറൻസ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം കഴിയുകയാണെങ്കിലും കറസ്പോണ്ടിംഗ് ആയിട്ട് സ്കൂളിൽ ചടങ്ങ് നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശശിധരൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷമായിട്ടുള്ള നമ്മുടെ തിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അപ്പക്കുട്ടൻ മാസ്റ്റർ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഭാഗമായുള്ള കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം അതിന്റെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളായിട്ട് നമ്മൾക്ക് ഓരോ പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് ഇടപെട്ട് ഏതായാലും അതിന്റെ പൂർത്തീകരണം നടന്നു കഴിഞ്ഞ് അടുപ്പിച്ച് കുറച്ച് വർക്കുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘവും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വലിയ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമുക്കിപ്പോ സ്കൂളൊക്കെ തുറന്ന് നല്ല അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടതായി 4 ദിവസം കൂടി ആരോഗ്യം കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടികളില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രയാസം നിലനിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് ഉള്ള സാഹചര്യങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വികസന രേഖ തയ്യാറാക്കിയത് ഇവിടുന്ന് പ്രകാശനം ചെയ്യും. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഉൾപ്പെടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് അല്പസമയം മുമ്പ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാം വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച അഭൂതപൂർവമായ വളർച്ചയുടെ ഒരു സുവർണ രൂപം കൂടി ചാർത്തിയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളെ മികച്ച അന്തർദേശീയ അദ്ദേഹത്തെ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ 1ഉം 2ഉം ഘട്ടങ്ങളിലായി 54 സ്കൂളുകളാണ് ഇന്നത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തത്.
വിശിഷ്ട വിദ്യാഭ്യാസ മേഖലയിൽ നാട്യമാടുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തിന് നൽകുന്ന ഒരു ചാനലാണ്. കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് മോഹമുണ്ട്. അവരതിന് നല്ല നിലയിൽ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതുപോലെ ചില കാരണങ്ങളാൽ നമുക്കത് നൽകുന്നു. ഇല്ലെങ്കിൽ നാം തന്നെ ഒന്നാം സ്ഥാനത്ത് പോയത് എത്രയാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഈ ഒരു ബൃഹത്തായ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഈ വഴിയിൽ മുമ്പേ പറഞ്ഞ കക്ഷികളാണ് ഇത്തരത്തോളം ഉണ്ടാകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നന്മണ്ടയിൽ വെച്ചാണ് ആ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിലെ 69 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ കക്ഷികളായി മാറിയിട്ടുണ്ട്. മറ്റേക്കാൾ സന്തോഷിക്കാൻ ഒരു ഇടതോ മണ്ഡലത്തിലെ ആളുകൾക്ക് സാധിക്കും. നാം ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ ഇനിയുള്ള സമഗ്ര പുരോഗതിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും നമ്മൾ മുൻപന്തിയിൽക്കാൻ കഴിയും. ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഒരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടത്താറ്. അതിന്റെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിൽ 56 റോഡുകളാണ് നിർമ്മിച്ചത്. ആ 56 റോഡുകളും ഈ മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വികസന പരിപാടികൾ സംവിധാനമായി പൂർത്തിയാക്കിക്കൊണ്ട് റെക്കോർഡ് സ്ഥാപിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച ജനപ്രതിനിധികളുടെ ഭരണകൂടപാടുകൂടി ഉള്ളത് നമുക്ക്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാര്യത്തിൽ ഉരുൾപൊക്കം ഗ്രാമപഞ്ചായത്ത് അസൂയപരമായ മുന്നേറ്റം നടത്തി. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഒരു പകലും ഒരു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ്, ഒരു റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതിനുള്ള നിർവഹിച്ചാണ് ഞാൻ എന്റെ ആഗ്രഹം അത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് മുന്നിൽ നിൽക്കാൻ കഴിയണം. വിദ്യാഭ്യാസ മേഖലയുടെ മുന്നിൽ നിൽക്കാൻ കഴിയണം. ഗവൺമെന്റും നിങ്ങളുടെ ജനപ്രതിനിധി ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ സന്തോഷകരമായ ചടങ്ങിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും എന്റെ വാർത്തകൾ. ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതിനെ തുടർന്ന് ഇനി അങ്ങോട്ടുള്ള ഒരു വികസന കർമ്മ പദ്ധതി തയ്യാറാക്കി ആ വികസന രേഖയാണ് പ്രദേശ സംസാരിക്കുന്നത് ഗവൺമെന്റ് ഓഫീസറുടെ സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിന് സാധിച്ചിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഗതാഗത മന്ത്രിമാരായ ശശിധരൻ സാർ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സ്കൂൾ പി.ടി.എ, സഹോദരി സഹോദരന്മാർ, പഞ്ചായത്തിലെ കഴിഞ്ഞ സെൻട്രൽ സ്കൂളിലെ വികാര നിർമ്മാണം
ഗതാഗത വകുപ്പ് മന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പ്രവൃത്തികളൊക്കെ നടത്താൻ സാധിച്ചു. ഈ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിലെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനാധിപത്യ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബഹുജന പരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. വിദ്യാഭ്യാസ രംഗത്തിന്റെ ഭൗതിക അക്കാദമിക ഭാവങ്ങളെ കാലത്തിനനുസരിച്ചും ചരിത്രത്തോട് നീതി പുലർത്തിയും മാറ്റിയെടുക്കേണ്ട ചുമതല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി എല്ലാവർക്കും ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഈ യജ്ഞത്തിന്റെ വിജയത്തിനാധാരം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും 5 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഓരോ വിദ്യാലയത്തിൽ കെട്ടിട നിർമ്മിക്കാൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർവഹിച്ചത്. 2018 ഒക്ടോബർ 26-ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സർക്കാരിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച ഈ കെട്ടിടം 16/6/2020 സ്കൂളിന് കൈമാറും. 2 ബ്ലോക്കുകളിലായി ഈ കെട്ടിടത്തിൽ പ്രിൻസിപ്പാളിന്റെ മുറി, സ്റ്റാഫ് റൂം, കിച്ചൺ ആൻഡ് ഡൈനിങ് ഹാൾ, 6 ലബോറട്ടറികൾ, 3 ഹാളുകൾ, 1 ഓഡിറ്റോറിയം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായി ടോയ്ലറ്റുകൾ, യൂറിനലുകൾ എന്നിവയുണ്ട്. കൂടാതെ സ്കൂളിലെ ചുറ്റുമതിലും മുൻവശത്തെ പ്രധാന ഗേറ്റും ഗ്രൗണ്ടിലേക്ക് കടപ്പെടുന്ന മറ്റൊരു ഗേറ്റും പണിതിട്ടുണ്ട്. ഈ കെട്ടിട നിർമ്മാണത്തിനായി എസ്റ്റിമേറ്റ് ചെയ്ത തുക 6.5 കോടി രൂപയാണ്. കോൺട്രാക്ട് കോട്ട് ചെയ്ത തുക 5.1 കോടി രൂപയും കിഫ്ബി അനുവദിച്ചത് 5 കോടി രൂപയുമാണ്. 1000 കുട്ടികളിൽ കൂടുതലുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ 3 കോടി രൂപ വീതവും 500 കുട്ടികളിൽ കൂടുതലുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ 1 കോടി രൂപ വീതവും തുക അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 3 കോടി രൂപയുടെ പദ്ധതിയിൽ 45 വിദ്യാലയങ്ങളും 1 കോടി രൂപയുടെ പദ്ധതിയിൽ 31 വിദ്യാലയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളും ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നു. കൂടാതെ പ്രൈമറി വിദ്യാലയങ്ങളും ഹൈടെക് ആണ്. അതോടൊപ്പം നമ്മുടെ MLA ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശശീന്ദ്രൻ സർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം നമ്മുടെ സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത്. നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വ്യവസായങ്ങൾ ചേർന്ന രക്ഷാധികാരികളാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാസ്റ്റർ, ഈ കെട്ടിടവും നാട് സമർപ്പിച്ച ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ അവർ, മറ്റ് ജനപ്രതിനിധികൾ, അധ്യാപകർ, അതിനുള്ള സുഹൃത്തുക്കളെ നാട്ടുകാരെ, വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംസ്ഥാനത്തുള്ള വിദ്യാലയത്തിന്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള വാക്ക് നേരത്തെ സർക്കാർ ആരംഭിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഓരോ വർഷവും പുതിയ വിദ്യാർത്ഥികൾ കടന്നു വന്നുകൊണ്ട് പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ട് വളരെ ആവേശപൂർവ്വം മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. അതിന് പൊതുവിന്റെ രൂപത്തിലുള്ള പല പദ്ധതികളും സർക്കാർ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ വിദ്യാഭ്യാസ യജ്ഞം എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതിന്റെ സമാപനം കുറിക്കുന്ന ഒരു പ്രവർത്തനം നിലയിൽ നമ്മുടെ എലത്തൂർ മണ്ഡലത്തിലെ ഈ പൈപ്പറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം ലഭിക്കുകയും അതിന്റെ ഓരോ ഘട്ടത്തിലും മതജനം നേരിട്ട് യോഗം ചേർന്നുകൊണ്ട് പ്രവർത്തന പുരോഗതി വിലയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് വലിയൊരു പരിപാടിയാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ ഉദ്ഘാടക നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഈ
വിദ്യാഭ്യാസ രംഗത്തെ ഇനി എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് പണമില്ലാത്തവർക്ക് പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പുതിയ സർക്കാർ ഭരണസമിതിയും നിലവിൽ വരികയും ഈ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും പ്രതികരിക്കുക. വിദ്യാഭ്യാസം എന്നല്ല, എല്ലാ മേഖലകളും നമ്മുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും അവരുടെ ഓരോ ഘടകങ്ങളും കൃത്യമായി ഇടപെട്ടുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഏത് രൂപത്തിൽ ഉപകാരപ്പെടുന്നു ആ ഒരു രൂപത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഭരണം മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാം തന്നെ, അതേപോലെ നമ്മുടെ പ്രദേശത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മുടെ വകുപ്പ് മന്ത്രി എല്ലാ നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകൾക്ക് നമുക്കറിയാം പിന്നെ സംസാരിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ആദരണീയരായ മറ്റ് വിശിഷ്ട വിശിഷ്ട വ്യക്തികളെ നമ്മുടെ ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നമ്മൾ ഒരു ഉത്സവമാക്കി മാറ്റണമെന്നായിരുന്നു കരുതിയിരുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ചുരുക്കി നമുക്ക് കഴിയേണ്ടി വന്നു. എന്നാൽ പുണ്യ നഷ്ടപ്പെടാതെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇവിടുന്നങ്ങോട്ടുള്ള ഈ സ്കൂളിന്റെ പ്രവർത്തനം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ മെച്ചപ്പെട്ട രീതിയിലാവാനും നല്ല ഉയർച്ചയിലെത്താനും ഈ സ്കൂളിൽ കഴിയട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ MLA, അതുപോലെ തന്നെ ഡോക്ടർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവരെല്ലാവരുടെയും സജീവ പങ്കാളിത്തം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഒരു സമയത്ത് എനിക്കൊരു കാര്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പലരും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിന് മാതൃകയായി ഓൺലൈൻ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സെന്റർ നമുക്കുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ആ സെന്റർ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയ മന്ത്രിയായിരുന്നു. അത് കേരളത്തിൽ മൊത്തത്തിൽ അറിയപ്പെട്ടു. കാരണം ഒരു ഓഡിറ്റോറിയം ഓൺലൈൻ സംവിധാനത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ ജനപ്രതിനിധികളുടെയും ഒരു സമ്പൂർണ്ണ പ്രവർത്തനം ഉണ്ടായി. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് ചെയ്തു തരുന്ന ഒരു വനിതാ ജനപ്രതിനിധികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ വിജയത്തിലാണ് വിവരാജപ്പെടുന്നത്. നേരത്തെ നമ്മുടെ ബ്ലോക്കുകൾ പറഞ്ഞ പോലെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഭൗതിക സാഹചര്യം ഒരുപാട് മെച്ചപ്പെട്ടു. പ്രത്യേകിച്ച് JSS വായ്പ വളരെ ഉന്നത നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരുടെയും PTA-യുടെയും കൂടെ കൂട്ട പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ ഒരു വിദ്യാലയമായി മാറുകയും അതുപോലെ തന്നെ ഈ വിദ്യാലയം ഉന്നത നിലവാരത്തിൽ എത്തുന്ന അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ അക്കാഡമിക് പ്രവർത്തനങ്ങളും കോകരിക്കുലർ കരിക്കുലർ പ്രവർത്തനങ്ങളും എല്ലാം ഉന്നത നിലവാരത്തിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ആവശ്യമായ വലിയ ഭൗതിക സാഹചര്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് നാം സന്തോഷിക്കുന്നതോടൊപ്പം ഈ ഭൗതിക സാഹചര്യത്തെ
ജനങ്ങളും ഇത് മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുള്ള എല്ലാ ആശ്വാസവും നേരിടുന്നു. സ്വീകരിച്ചു അതിന്റെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ സ്കൂളിന്റെ കാര്യത്തിലായാലും ശരി, നമ്മളെ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ 1 കോടിയുടെ പ്രവർത്തനം ഇവിടെ നടന്നുവരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സ്കൂളായ പറമ്പിൽ ഹൈസ്കൂളിൽ 3.5 കോടിയുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് മഹത്തമായ ഒരു ഭരണമാണ് കേരളത്തിലുള്ളത്. കാരണം ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ കാണാത്ത മുഖ്യമന്ത്രി, അതാണ് നമുക്കുള്ളത്. ആ മുഖ്യമന്ത്രിയുടെ ആ ഭരണമുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ നേട്ടങ്ങളുണ്ടായി. കാരണം ഭയങ്കര സ്കൂളൊന്നും അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരുത്തരും ജനങ്ങൾ ഭക്ഷണം കിട്ടി, സാധാരണക്കാരെ കഴിക്കാനുള്ള എല്ലാം ഉണ്ടായി. പക്ഷേ മലബാർ പറഞ്ഞ മാതിരി ചെലവഴിച്ചെങ്കിൽ ചെലവഴിച്ചല്ല, അത് നമ്മൾ ചെയ്യാനാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ടാവുന്ന അടിസ്ഥാന സൗകര്യ വർധനവിന്റെ ഭാഗമായി 34 ഹൈസ്കൂൾ തലത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കുറവുകളും പിഴവുകളും അതുപോലെ വ്യത്യസ്ത സംഭവങ്ങളും നമ്മുടെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഓരോ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് അംഗീകരിക്കാതിരിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഈ കേരള ഗവൺമെന്റിനെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവരും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും നമുക്ക് നമ്മുടെ നാടിന് ഗുണകരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നേടിയെടുക്കാനും നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ഇതിന്റെ പിറകെ പ്രവർത്തിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങൾ വളർന്നു എല്ലാ ഈ ചടങ്ങിൽ പ്രവർത്തിക്കുന്ന അതേപോലെ ഈ ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നതായിരിക്കും. ഈ 5 കോടി രൂപയുടെ ഫീ ഫണ്ട് പൈമ സ്കൂളിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആദ്യമായി ചർച്ച നടക്കുമ്പോൾ ഇതിന്റെ നാട്ടുകാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മീഡിയയൊക്കെ അവരോടൊപ്പം നിന്ന് ആ സമയത്ത് പ്രവർത്തിക്കാൻ എനിക്ക് ആ സമയത്ത് പ്രിൻസിപ്പൾ എന്നുള്ള അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പൈമ സ്കൂൾ ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടത്തിലും വളരെയധികം സന്തോഷിക്കുന്നു. എന്റെ സ്കൂൾ എന്നുള്ള രൂപത്തിൽ ഞാൻ ഇപ്പോൾ മനസ്സിൽ ചേർത്ത് വെക്കുന്ന സ്കൂളാണ് പൈമ സ്കൂൾ. പാവപ്പെട്ട കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളല്ല. വിദ്യാലയങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളായിട്ടുള്ള വിദ്യാലയങ്ങൾ മാറേണ്ടതുണ്ട്. ഇത്രയൊന്നും സൗകര്യമില്ലാത്ത സമയത്താണ് 3 വർഷം എൻ്റെ കുട്ടിയെ ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിച്ചത്. ഇപ്പോൾ വലിയ സൗകര്യത്തിലേക്ക് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കേണ്ട പല ആളുകൾക്കും പങ്കെടുക്കാനുള്ള അവസരം ഇതുമായി ബന്ധപ്പെട്ടവർക്ക് നൽകാൻ കഴിയില്ല. അവരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കും. നല്ല പ്രവർത്തനം നടത്തിയിട്ടുള്ള പല ആളുകളും നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. മുൻപിട്ടിയ പ്രസിഡന്റുമാരായിട്ടുള്ള ഈ ശശിയുടെ അതേപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് കൂടി ഞങ്ങൾക്കൊപ്പം നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിൽ പൂർണ്ണമായുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ അവസാനിച്ചതായിട്ട് അറിയിക്കും.